അധികാരം കിട്ടില്ല എന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളെ തഴയുകയും അവർക്ക് കേന്ദ്ര സഹായങ്ങൾ നൽകുന്നതിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരം പല്ലവിയാണ്. 2014 മുതലേ അത് തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിപൂർണമായി കേന്ദ്ര ബജറ്റിൽ തഴയുന്നതും അതിന്റെ ഭാഗമായി തന്നെയാണ്. വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. അതായത് നിലവിൽ രാഷ്ട്രപതി ഭരണമുള്ള BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബീരൻ സിംഗ് രാജിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. വെറുതെയല്ല രാജിവെക്കേണ്ടി വന്നത്. ആസൂത്രിത കലാപത്തിന് എരികേറ്റിയെന്നുള്ളത് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ബീരൻ സിംഗ് രാജിവെക്കേണ്ടി വന്നത്. കാരണം BJPക്ക് മറ്റിടങ്ങളിൽ കൂടി നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ദുഷ്ഭരണമാണ് ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്നത്. BJP നേതൃത്വത്തെ വല്ലാതെ ഇത് ഇളിപ്പിയരാക്കിയിരുന്നു. എന്നാൽ ഇനി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന് BJPക്ക് അറിയാം. മറ്റേത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നതിനേക്കാളും BJPക്ക് ഏറ്റവും ഭയം കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായാണ് 2014 മുതൽ ഭരണഘടനാ ലംഘനവും അതുപോലെ എല്ലാ തരത്തിലും ഭരണഘടനയുടെ ആമുഖത്തിൽ വെള്ളം ചേർക്കുന്ന രീതിയിലുള്ള നടപടിക്രമവും നരേന്ദ്രമോദി അവലംബിച്ചു വന്നത്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ്. എങ്ങനെയാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി റദ്ദാക്കിയത്, അതേ രീതിയിൽ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിൽ BJP അധികാരത്തിൽ വരില്ല എന്ന് ഏകദേശം ഉറപ്പായ സംസ്ഥാനങ്ങളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുകയാണ്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ത്രിപുരയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഇബോബി സിംഗ് വീണ്ടും അധികാരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 2 ലോക്സഭാ സീറ്റിലും സാമാന്യ നല്ല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പ്രതിനിധികൾ MPമാരായി തുടരുന്ന ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും നല്ല രീതിയിലുള്ള ജനപിന്തുണയുണ്ട്. 40ഓളം മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം കോൺഗ്രസിനുണ്ട്. അതായത് 4-3 ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടെയെങ്കിലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ത്രിപുരയിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് BJP നേതൃത്വത്തിന് അശുഭവാർത്തയായി തന്നെയാണ് കണക്കാക്കുന്നത്. അതാണ് 2027 കാലാവധി കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് നടത്താതെ വൈകിപ്പിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കാനും വിടക്കാക്കി തനിക്കാക്കാനും വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്നത്.